ഹായ് രോൺ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്ന വെച്ചാൽ എനിക്ക് റഷ്യയിൽ കിട്ടാൻ പോകുന്ന പെൻഷനെ കുറിച്ചിട്ടാണ്. എൻ്റെ പെൻഷൻ തുക എത്രയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഗേസ് എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് റഷ്യയിൽ നിന്നിട്ട് എനിക്കിപ്പം പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പെൻഷൻ തുക എത്രയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം സുഖമില്ല, പണിയാണ്. അപ്പോൾ അത് കാരണമായിട്ട് ചെറിയ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ പെൻഷൻ തുക എത്രയാണ് എന്നുള്ളതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു എഡ്വാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു ഞാൻ ജോബ് ചെയ്തിരുന്നത്. പുള്ളിനെ ഞാൻ കാണാൻ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുമായിരുന്നു. കാരണം പുള്ളിക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 74 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. പുള്ളി സൈക്കിളിൽ ചവിട്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുമായിരുന്നു. അപ്പം ആക്സിഡൻറ്റിൽ പെട്ട് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഗോവയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുമായിരുന്നു. ആ പുള്ളിനെ എനിക്ക് അവിടുന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയായിരുന്നു. ആ പുള്ളിയെ ഞാൻ അവിടുന്ന് ആരും ആ സമയത്ത് പുള്ളിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പോകുന്നു. ഞാനിങ്ങനെ ബൈക്കും കൊണ്ട് അവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് പുള്ളി ആക്സിഡൻറ്റ് പറ്റി ചോരയിലൊക്കെ കുളിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പുള്ളിയെ എടുത്ത് കൊണ്ടുപോയിട്ട്, അപ്പോൾ എനിക്കൊരു ജോലി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ജോലിയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയെ എടുത്ത് കൊണ്ടുപോയിട്ട് പുള്ളിനെ ഹോസ്പിറ്റലിലാക്കി. ഒരു മാനസിക പരിഗണന എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിയെ ഹോസ്പിറ്റലിലാക്കി. അപ്പം പുള്ളിക്ക് ഒന്ന് എണീച്ച് നടക്കാനോ ഒന്നും പറ്റുന്നില്ല, കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കി. അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കിയിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളെ നമ്പർ ഒന്ന് എനിക്ക് തരാമെന്ന് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തു. അതിനുശേഷം പുള്ളിക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ നമ്പറിൽ വീണ്ടും വിളിച്ചു. എന്നോട് പറഞ്ഞു, ഒന്ന് വരാൻ പറ്റുമോ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. പുള്ളി നെതർലാൻഡിലുള്ള ഒരാളാണ്. അവിടുത്തെ ഒരു സിറ്റിസൺ ആണ്. 74 വയസ്സുണ്ട്. പുള്ളി സഞ്ചരിക്കാത്ത രാജ്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഒട്ടുമിക്ക രാജ്യങ്ങളിലൊക്കെ പുള്ളി സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളീനെ ഞാൻ അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ പുള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, കറൻ്റ്ലി നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ടൂറിസ്റ്റ് ഗൈഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. അതായത് ടൂറിസ്റ്റുകളൊക്കെ പോയിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നാണ് എൻ്റെ ജോബ്. അതുപോലെ തന്നെ ഇവിടെ ആളുകൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആളുകൾ അവർക്കുള്ള റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ബൈക്ക് റെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെയുള്ള ജോബുകളൊക്കെ ആയിരുന്നു ഞാൻ അവിടെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സാലറിയും കാര്യങ്ങളൊന്നും എൻ്റെ പറഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നാളെ മുതൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഇങ്ങനെ വിളിച്ചല്ലേ. അപ്പോൾ പുള്ളിയുടെ വീടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി സ്വന്തമായിട്ട് ഇവിടെ ഗോവയിൽ പുതിയൊരു അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ പുള്ളിയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തത്. പുള്ളി ഒരു ഫോറക്സ് ക്ലബ്ബൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതായത് ട്രേഡിംഗ് മാർക്കറ്റൊക്കെ ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം നല്ലൊരു വരുമാനമുള്ള അത്യാവശ്യം നല്ല മെൻ്റലി നല്ല ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എഡ്വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എഡ്വാർഡായിട്ട് ഞാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ പുള്ളിയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എൻ്റെ അടുത്ത്, എനിക്കാകെ അവിടെ വർക്ക് ഉണ്ടായിരുന്നത് 5 മണിക്കൂർ മാത്രമാണ് വർക്ക് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ടൈം ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ കാര്യങ്ങൾ, അതായത് പുള്ളിക്ക് എന്തെങ്കിലും വേണം, ഹിന്ദിയാണ് അവിടെ മെയിനായിട്ടും. ഹിന്ദി, ഇംഗ്ലീഷ്, അവിടെ മെയിനായിട്ടും ഗോവയിലേക്ക് സംസാരിക്കുന്നത് ഹിന്ദി ലാംഗ്വേജ് ആണ്. അപ്പോൾ ഹിന്ദി ലാംഗ്വേജിലേക്ക് കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുള്ളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതായത് പച്ചക്കറി, അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് എനിക്ക് പറയുന്നതിൽ ഒരു മടിയോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പുള്ളിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പുള്ളിക്ക് റെസ്റ്റോറൻറ്റുകളിലേക്ക് എന്തെങ്കിലും, പുള്ളിക്ക് അങ്ങനെ കുറച്ച് വയ്യാത്ത ഒരാളാണ്, 74 വയസ്സുണ്ട്. പുള്ളിക്ക് എന്നോട് വിളിച്ച് പറഞ്ഞാൽ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊക്കെ ടിപ്സ് കിട്ടുമായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എനിക്ക് ചെറിയൊരു ടിപ്സ് 500 രൂപ 1000 രൂപ ഒക്കെ ടിപ്സ് തരായിരുന്നു. അതുകൂടാതെ എനിക്ക് പെർ ഡേ പുള്ളി എനിക്ക് 2000 രൂപ വെച്ച് തരായിരുന്നു. 5 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2000 രൂപ വെച്ച് തരായിരുന്നു. വലിയൊരു എമൗണ്ടാണ് പുള്ളി എനിക്ക് ഇന്ത്യയിൽ വെച്ചിട്ട് എനിക്ക് തരുന്നത്. അപ്പോൾ
കാരണം പുള്ളിക്ക് എനിക്ക് 2000 രൂപ ഒരിക്കലും പുള്ളി മറ്റൊരാളെ നിന്നും വേറൊരാളെ ഒന്നും പുള്ളി ഒരു ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ഒരു പുള്ളിയുടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എനിക്ക് പുള്ളിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് കാരണം തന്നെ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് എന്നോട് ഭയങ്കര നല്ലൊരു റിലേഷൻ ആയിരുന്നു, നല്ലൊരു ബന്ധമായിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരുമായിരുന്നു. കാരണം എനിക്ക് സ്വന്തമായിട്ട് അവിടെ നിന്ന് ഒരു ബൈക്ക് സ്വന്തമായിട്ട് പുള്ളി ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് ബൈക്ക് തന്നായിരുന്നു. സ്കൂട്ടി ബൈക്കായിട്ട്. എൻ്റെ ബൈക്ക് പഴയ ബൈക്കായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് ഒരു ദിവസം ഞാൻ പോയ സമയത്ത് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് പുള്ളി എനിക്ക് പുതിയൊരു ബൈക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് പുള്ളി തന്നു. അങ്ങനെ നല്ലൊരു റിലേഷൻസ് ആയിരുന്നു പുള്ളിയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത്, ഈ ഹെഡ്വാർഡ് എന്ന് പറഞ്ഞ ആളുമായിട്ട്. അപ്പോൾ ഈ ഹെഡ്വാർഡ് ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോയ സമയത്ത് അപ്പോൾ ഇവർ യൂറോപ്പിലെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് യൂറോപ്പിൽ അത്യാവശ്യം നല്ലൊരു സാലറിയിലെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വിട്ട് ഇന്ത്യയിലേക്ക് വന്ന് താമസിക്കാൻ. പുള്ളി പറഞ്ഞു എനിക്കിപ്പോൾ പ്രായം 74 വയസ്സായി, പിന്നെ എനിക്കിപ്പം ഞാൻ പോകാത്ത രാജ്യങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയാണ്. എനിക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കാൻ നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കാനാണ് എനിക്കിഷ്ടമെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച സമയത്ത് ഞാൻ പുള്ളിയോട് ചോദിക്കേണ്ടായി, നിങ്ങൾക്ക് അവിടുന്ന് ഇങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് ഇവിടുന്ന് പെൻഷൻ, അവിടുത്തെ പെൻഷൻ എന്ന് എത്ര പെൻഷൻ കിട്ടുമെന്ന് ചോദിച്ചു. ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീക്രട്ടാണ്, പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്ത് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാനത് ഓപ്പണായിട്ട് പറയാമെന്ന്. പുള്ളി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളിക്ക് അവിടെ നിന്നുള്ള നെതർലാൻഡിൽ നിന്ന് പല ഒരു ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ പല പ്രൈവറ്റ് ബാങ്കിലൊക്കെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഓൾമോസ്റ്റ് ഒരു 80,000 മുതൽ 1 ലക്ഷം വരെ പുള്ളിക്ക് മാസം അവർക്ക് പെൻഷനായിട്ട് തന്നെ കിട്ടും. ഇന്ത്യൻ INR ആയിട്ടും പെൻഷനായിട്ട്. പിന്നെ പുള്ളിക്ക് അത് കൂടാതെ ഇന്ത്യയിൽ ഒരു ട്രേഡിംഗ് മാർക്കറ്റും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുള്ളി ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ തന്നെ ഒരു മാസം തന്നെ പുള്ളി ഏൺ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ടേബിളിന്റെ മുകളിൽ ലക്ഷക്കണക്കിന് പൈസ വെച്ചിട്ടുണ്ടാവും. ഞാൻ അതിൽ നിന്നും 1 രൂപ പോലും ഞാൻ അതിൽ നിന്നും എടുക്കില്ല. പുള്ളി അവിടെ ഫുൾ CCTV സർവൈലൻസ് ആണ്, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതുപോലെ തന്നെ നമ്മളെ ഒരാൾ 5 പൈസയോ എടുക്കാനുള്ള എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ 1 രൂപ എക്സ്ട്രാ പുള്ളിയുടെ കയ്യിൽ നിന്ന് എടുക്കുകയോ ഇത് ചെയ്യില്ല. അതൊക്കെ കാരണം പുള്ളിക്ക് എന്നോട് ഭയങ്കര വിശ്വാസമായിരുന്നു. പുള്ളിയുടെ വീട്ടിൽ തന്നെ എന്നോട് ഒരു റൂം തന്നു എനിക്ക് സെപ്പറേറ്റ്. നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോ, പുള്ളി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് റൂമായിരുന്നു, ഇവിടെ തന്നെ താമസിച്ചോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 5-8 മാസം ഞാൻ പുള്ളിയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. ഒരു പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളി ഒരു പുതിയൊരു നല്ലൊരു റൂം ഓഫർ ചെയ്തിട്ട് ഞാൻ ആ റൂമിലേക്ക് പോകാൻ തയ്യാറായി. കാരണം എനിക്ക് സ്വന്തമായിട്ട് അവിടെ റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ റൂമുണ്ട്, നിങ്ങൾ അതിൻ്റെ റെൻറ്റ് എനിക്ക് തരാൻ പറ്റുവാണെന്നെങ്കിൽ വളരെ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നിൻ്റെ റൂമിൻ്റെ റെൻറ്റ് ഞാൻ ചെറിയ പൈസയുള്ളൂ, ഒരു നാട്ടിലത്തെ ഒരു 10,000 രൂപയൊക്കെയാണ് റെൻറ്റ് വരുന്നത്. അപ്പോൾ ആ റൂമിലായിരുന്നു ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ റൂമിൻ്റെ ഓണറും റൂമിൻ്റെ ഉടമസ്ഥനും നല്ല ഒരു റിലേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ആയി പുള്ളിക്ക് ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്തു. പുള്ളി എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നെയും കൂടി കൊണ്ടുപോകായിരുന്നു. അതായത് തന്നെ റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ വലിയ റെസ്റ്റോറൻറ്റുകളിലെ പുള്ളി പോകത്തുള്ളൂ. അതായത് വലിയ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷാക്കുകളിൽ, അതുപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റുകളിലെ പുള്ളി പോകത്തുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഒപ്പം പോവുക. പുള്ളിക്ക് എന്തെങ്കിലും ഹിന്ദിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വർഷം പുള്ളിയോട് അതായത് ഗോവ മൊത്തം ചുറ്റി കറക്കുക, പല സ്ഥലങ്ങളിലും കൊണ്ടുപോവുക, അതൊക്കെയാണ് എൻ്റെ ഒരു ജോലി. അപ്പോൾ അത്യാവശ്യം ശമ്പളം എനിക്ക് കിട്ടുമായിരുന്നു. നല്ല രീതിയിലുള്ള ശമ്പളം ഞാൻ ഇന്ത്യയിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എനിക്ക് ഒരു റഷ്യയിലേക്ക് പെട്ടെന്നൊരു ഓഫർ കിട്ടുമായിരുന്നു. ആ ഓഫറിലാണ് ഞാൻ പെട്ടെന്ന് റഷ്യയിൽ കയറി വരുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് പുള്ളിയോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവാണ്, എനിക്ക് ഇന്ത്യയിൽ ഇങ്ങനെ നല്ലൊരു സാലറി ഉണ്ടായിട്ട് പോലും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഗോവയിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോവാണ്. അപ്പോൾ അത് ഈ പുള്ളിയെ കാണുന്നതിൻ്റെ മുമ്പിലേ ഉണ്ടായ റിലേഷനായിരുന്നു, 3 വർഷത്തോളം ഉണ്ടായിട്ടുള്ള റിലേഷനായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളി ഓക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിയായിട്ട് പിരിഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ, നിനക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നീ അങ്ങനെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിൻ്റെ അടുത്ത് ഞാൻ വേറൊരാളെ അസിസ്റ്റൻറ്റിന് ആക്കി കൊടുത്തു. പക്ഷേ പുള്ളി അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല. പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പുള്ളി പറഞ്ഞു എനിക്ക് മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിന്നെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ നാളത്തിൽ ഒരു മാസം കൂടി പുള്ളിയെടുത്ത് കൂടെ വർക്ക് ചെയ്തിട്ട് പുള്ളിയായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് നേരെ റഷ്യയിലേക്ക് വരാനുണ്ടായത്.
റഷ്യയിൽ വന്നിട്ട് വർഷങ്ങളോളം ഇവിടെ നിന്നു. ഇവിടെ നിന്നതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ഒരു TR പെർമനന്റ് ഒരു ടെമ്പററി റെസിഡൻസി കിട്ടി. അങ്ങനെ ടെമ്പററി റെസിഡൻസി പിന്നെ പെർമനന്റ് റെസിഡൻസി കിട്ടി, പിന്നെ റഷ്യൻ പാസ്പോർട്ട് കിട്ടി. അങ്ങനെ 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് ഞാൻ റഷ്യൻ സിറ്റിസണായി മാറി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എനിക്കിപ്പോൾ പെൻഷൻ്റെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെൻഷൻ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു എമൗണ്ട് ഒന്നും എനിക്ക് പെൻഷൻ തുകയില്ല. എനിക്ക് എൻ്റെ ബാങ്കിലേക്ക് റഷ്യൻ ഗവൺമെൻറ്റിന് ഒരു റഷ്യൻ സിറ്റിസൺ ഇവിടെ റഷ്യൻ ഗവൺമെൻറ്റിന് ഒരു ബാധ്യത ആവരുത് എന്നുള്ള രീതിയിലാണ് റഷ്യൻ ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് റഷ്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റഷ്യൻ പാസ്പോർട്ടും രജിസ്ട്രേഷനും എല്ലാം വേണം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെൻഷൻ തുക നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. ഇവിടെ ജോലിയില്ലാത്ത ആളുകൾക്ക് പോലും പെൻഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ തുക കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പെൻഷൻ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 2000 റൂബിളാണ്. ഒരു മാസം 2000 റൂബിളാണ് എനിക്ക് പെൻഷൻ തുക കിട്ടുന്നത്. ഒരു കൊല്ലത്തേക്ക് 36,000 റൂബിളാണ്. എല്ലാ വർഷവും ഇത് ഈ പെൻഷൻ തുക കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ പെൻഷൻ തുക നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്ക് ആ പെൻഷൻ തുക ബാങ്കിൽ നിന്ന് എടുക്കാനോ വിഡ്രോ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതാണ് എൻ്റെ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ അതിപ്പോൾ എല്ലാ വർഷം കൂടുമ്പോഴും ചെറിയ ചെറിയ തുക കൂടി വരും. അപ്പം നമുക്ക് നാളെ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഈ പെൻഷനിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. അതായത് റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ ഇതനുസരിച്ചിട്ട് അതായത് നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു പെൻഷൻ നമുക്ക് ഉണ്ടാകും, നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് നിങ്ങളെ കൂടി അറിയിക്കണമെന്ന് വിചാരിച്ചു. റഷ്യൻ പാസ്പോർട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇവിടെ നിങ്ങൾക്കൊരു 50 വയസ്സൊക്കെ ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഇവിടെ ഒരു ബാധ്യത ആവത്തില്ല റഷ്യൻ ഗവൺമെൻറ്റിന് എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.